ഹോട്ടലിൽ കിട്ടുന്ന പോലത്തെ ഗോളി ബജി നമുക്ക് വീട്ടിലുണ്ടാക്കാൻ കഷ്ടമാണെന്ന് ആരും വിചാരിക്കരുത്. വളരെ ഈസി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഗോളി ബജി നമുക്ക് വീട്ടിലുണ്ടാക്കാം. മിക്സിൻ്റെ ജാർ എടുക്കുക. ആദ്യം ഒരു 6-7 മണിക്കൂർ കുതിർത്ത നമ്മുടെ ഉഴുന്ന് കുതിർത്തിട്ട് വെക്കുക. നന്നായിട്ട് വാഷ് ചെയ്തിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കുക കേട്ടോ. ശേഷം അതിനെ നമ്മൾ കുറച്ച് വെള്ളം കൂട്ടിയിട്ട് അരച്ചെടുക്കുക. നല്ല രീതിയിൽ തന്നെ അരച്ചെടുക്കുക. അരച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഏത് ബൗളിലാണോ ഇട്ട് വെക്കുന്നത് ആ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളതിനെ എന്ത് ചെയ്യുക, കുറച്ച് നേരം ഒരു 2-3 hours ഒന്ന് കവർ ചെയ്തിട്ട് ചൂടുള്ള പ്ലേസിൽ വെക്കുക. 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അതിൽ ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് കൈയോട് കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ചേർക്കുന്നുള്ളത് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ ചൂടെണ്ണയിലേക്ക് നമ്മൾ ഓരോ ബൗളാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇതേപോലെ ഇട്ട് കൊടുക്കുക. നമ്മൾ വലിപ്പം നമ്മുടെ ഇഷ്ടമാണ്, എത്ര വലിപ്പമാണ് വേണ്ടത് ആ വലിപ്പത്തിനനുസരിച്ചിട്ട് നമ്മൾ ചുട്ടെടുക്കുക കേട്ടോ. അപ്പോൾ വീട്ടിൽ ഉഴുന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കി നോക്കുക. നല്ല പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് ഗോളി ബജി കിട്ടും. അപ്പോൾ നമ്മൾ എത്രത്തോളം ഇത് അരച്ച് വെക്കുന്നോ അത്രത്തോളം നമുക്ക് നല്ല ടേസ്റ്റിൽ കിട്ടും. മാക്സിമം ഒരു മിനിമം ഒരു 2 hours എങ്കിലും നമ്മൾ കുഴച്ചിട്ട് വെക്കണം. എന്നാൽ മാത്രമേ നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. ഇതിന് നല്ല ചൂട് തേങ്ങാ ചട്നിയും കൂട്ടിയിട്ട് വേണം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ്, എരിവൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഗോളി ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.